നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പത്രികാ സമർപ്പണം പൂർത്തിയായി. തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചപ്പോൾ സംസ്ഥാനത്തെ 23,576 തദ്ദേശ വാർഡുകളിലേക്ക് മത്സരിക്കാൻ ലഭിച്ചത് 1,08,580 പേരുടെ പത്രികകൾ. ഇതിൽ 57,227 പേർ സ്ത്രീകളും 51,352 പേർ പുരുഷന്മാരുമാണ്. ഒരു ട്രാൻസ്ജെൻഡറും പത്രിക നൽകി. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മലപ്പുറം ജില്ലയിലാണ്, 13,595. കുറവ് വയനാട്ടിലും. അവസാന ദിവസമായ ഇന്നലെ മാത്രം 45,652 പേർ പത്രിക നൽകി. ലഭിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. അതത് വരണാധികാരികളാണ് സൂക്ഷ്മ പരിശോധന നടത്തുക. ഒരു സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിക്കു വേണ്ടിയോ ഒന്നിലധികം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ചായിരിക്കും പരിശോധിക്കുക. തുടർന്ന് സ്വീകരിച്ച പത്രികകളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി തിങ്കളാഴ്ചയാണ്. അന്ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകും. റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിലും സ്ഥാനാർത്ഥികളുടെ പട്ടിക പരസ്യപ്പെടുത്തും. കുന്നംകുളം നഗരസഭയിലെ 39 വാർഡുകളിൽ മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക നൽകിയത് 386 പേർ. നഗരസഭാ കാര്യാലയത്തിലെ റവന്യൂ, മരാമത്ത് എന്നീ വിഭാഗങ്ങളുടെ ഓഫീസിലാണ് പത്രിക സ്വീകരിച്ചത്. മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ ഡമ്മി സ്ഥാനാർത്ഥികളുടെ കൂടി നാമനിർദ്ദേശ പത്രിക നൽകിയതിനാലാണ് പത്രികകളുടെ എണ്ണം ഉയർന്നത്. സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ എന്നിവ കഴിഞ്ഞ ശേഷം മത്സരരംഗത്ത് അവശേഷിക്കുന്നവരുടെ ചിത്രം തെളിയും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായിരുന്ന ഇന്നലെ നഗരസഭയിൽ തിരക്കുണ്ടായി. വൈകിട്ട് 3-ന് ഓഫീസിൽ ഹാജരുള്ളവർക്കെല്ലാം ടോക്കൺ നൽകിയ ശേഷം ഓഫീസിന്റെ വാതിലടച്ചു. വ്യാഴം, വെള്ളി ദിവസങ്ങളിലായാണ് കൂടുതൽ പത്രിക ലഭിച്ചത്. ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ SDPI സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വാർഡ് 1 ആഷിഖ് A1, വാർഡ് 5 സാബിറ മുനീർ, വാർഡ് 22 നജീബ് KN, വാർഡ് 23 ഫസി ഫസൽ, വാർഡ് 24 നാസർ KM, വാർഡ് 32 മുജീബ് കുന്നത്ത്, വാർഡ് 33 സുറുമി മുജീബ് എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. SDPI മുനിസിപ്പൽ പ്രസിഡന്റ് ഫാമിസ് അബൂബക്കർ, വൈസ് പ്രസിഡന്റ് ദിലീപ് അത്താണി, സെക്രട്ടറി ഹാരിസ്, നസീബ്, റഫീദ്, അലി നൈനാർ എന്നിവർ സന്നിഹിതരായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ വീണയുടെ തന്ത്രികളിൽ മാസ്മരിക സംഗീതം തീർത്ത് നിർമ്മല രാജശേഖരൻ ആസ്വാദക ഹൃദയം കീഴടക്കി. ത്യാഗരാജരുടെ പഞ്ചരത്ന കൃതിയായ സാദിം ചനെ ആരഭ്യരാഗത്തിൽ അവതരിപ്പിച്ചാണ് കച്ചേരി ആരംഭിച്ചത്. തുടർന്ന് ദേവദേവ കലയാമിതേ മായാമാളവ ഗൗളയിലും ഗോകുല നിലയ കൃപാലയ കീർത്തനം ആഭേരി രാഗത്തിലും അവതരിപ്പിച്ചു. സ്വാതി തിരുനാൾ കൃതിയായ ജയ ജയ പത്മനാഭ സരസാംഗി രാഗത്തിലും മധുരമനോഹരമായി അവതരിപ്പിച്ചു. തുടർന്ന് മീര ഭജനായ മായിനെ മേദോ എന്ന ഭജൻ ദേശ് രാഗത്തിലും ആലില തുളസി എന്ന ഗാനം ഭൈരവി രാഗത്തിലും വിസ്തരിച്ച് കച്ചേരിക്ക് സമാപനം കുറിച്ചു. വയല രാജേന്ദ്രൻ വയലിനിലും മുരുക ഭൂപതി മൃദംഗത്തിലും കുറിച്ചിത്താനം അനന്തകൃഷ്ണൻ ഘടത്തിലും പക്കമേളം ഒരുക്കി. യുവ സംഗീതജ്ഞ സ്വരാത്മിക ശ്രീകാന്തിന്റെ കച്ചേരി ആലാപനശുദ്ധി കൊണ്ട് ആസ്വാദകരുടെ മനം കവർന്നു. ശ്രീ രമണ വിഭോ എന്ന സ്വാതി തിരുനാൾ കൃതി ആരഭിരാഗത്തിൽ പാടിയാണ് സ്വരാത്മിക ശ്രീകാന്ത് തുടക്കമിട്ടത്. SR രാജശ്രീ വയലിനിലും ബുർറ ശ്രീറാം മൃദംഗത്തിലും ദീപു ഏലംകുളം ഘടത്തിലുമായി പക്കമേളമൊരുക്കി. പ്രസന്ന വെങ്കിട്ടരാമന്റെ കച്ചേരിയും അവിസ്മരണീയമായി. സന്താന ഗോപാലകൃഷ്ണം എന്നാരംഭിക്കുന്ന ദീക്ഷിതർ കൃതി ഖമാസ് രാഗത്തിൽ പാടിയാണ് പ്രസന്ന വെങ്കിട്ടരാമൻ തുടക്കമിട്ടത്.
വൈകിട്ട് നടക്കുന്ന വിശേഷൽ കച്ചേരിക്ക് ആസ്വാദകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സംഗീതോത്സവം 6ാം ദിവസത്തിലേക്ക് കടന്നതോടെ 1200ഓളം പേർ വേദി പങ്കിട്ടു. ഭാരതപ്രവേശന തിരുനാളിൽ സ്വാന്തന തീരത്ത് ആയിരങ്ങൾ പങ്കെടുത്തു. മാർത്തോമ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ 1950-ാം ജൂബിലി വർഷം വിപുലമായ പരിപാടികളാണ് പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഒരുക്കിയത്. രാവിലെ 6:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നോവേന, രൂപം എഴുന്നള്ളിച്ചുവെക്കൽ എന്നീ ശുശ്രൂഷകൾ തീർത്ഥകേന്ദ്രത്തിൽ നടന്നു. വൈകിട്ട് 5 ബ്ലാങ്ങാട് സാന്ത്വനതീരം കപ്പേള കവാടത്തിൽ തൃശൂർ അതിരൂപത ആർച്ച് സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലിന് സ്വീകരണം നൽകി. തുടർന്ന് പാലയൂർ തീർത്ഥകേന്ദ്രം ഇടവകയുടെ നേതൃത്വത്തിൽ പരമ്പരാഗത ക്രിസ്തീയ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ കടൽ തീരത്തേക്ക് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. മാർ തോമസ് ലീഹായുടെ തിരുശേഷിപ്പ് കൊണ്ട് കരയും കടലും ആശീർവദിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ വള്ളം, ബോട്ട്, വല എന്നിവയും വെഞ്ചരിച്ചു. തിരുനാളിന്റെ ഭാഗമായി സാന്ത്വനതീരം കപ്പേളയിലെ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത ആർച്ച് സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം നൽകി. ചടങ്ങിൽ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ മേഖലയും ആത്മീയതയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിത്രപ്രദർശനവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഭാരത പ്രവേശന തിരുനാളിന്റെ ഭാഗമായി തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് സൗജന്യമായി ആരോഗ്യ പരിശോധനകളും സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായി. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, സാന്ത്വനം ഡയറക്ടർ ഫാദർ ജോജു ആളൂർ, അസോസിയേറ്റ് ഡയറക്ടർ ജോസ് വട്ടാക്കുഴി, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഡിക്സൺ കൊളമ്പ്രത്ത്, തീർത്ഥകേന്ദ്രം സഹവികാരി ഫാദർ ക്ലിന്റു പാണേങ്ങാടൻ, വൈദികർ, മത്സ്യത്തൊഴിലാളികൾ, പാലയൂർ ഇടവകയിലെ വിവിധ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മറ്റം നാടകപാട്ടറി ആർട്സ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ നടന വൈഭവം. ഇരിങ്ങാലക്കുടയിൽ സമാപിച്ച റവന്യൂ ജില്ലാ കലോത്സവത്തിലെ ജനശ്രദ്ധയാകർഷിച്ച ഇനങ്ങളിലൊന്നായ മലയാള നാടക മത്സരത്തിൽ മറ്റം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാടകപാട്ടറി കലാകാരന്മാർ മികച്ച നേട്ടം കരസ്ഥമാക്കി. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ മിഥുൻ MP ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ അജോയ് TC എന്നിവർ മികച്ച നടന്മാർക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കി. കൂടാതെ ചാവക്കാട് കുന്നംകുളം ഉപജില്ലാ മത്സരത്തിൽ പാലുവായ് സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിലെ നന്ദഗോപാലൻ, ഭക്തി എന്നീ വിദ്യാർത്ഥികൾ മികച്ച നടനും നടിയുമായി. കഴിഞ്ഞ തവണ കുന്നംകുളം ഉപജില്ലയിലെ UP വിഭാഗത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം സ്വാതിക്കിന് ലഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന ഡിസോൺ നാടക മത്സരത്തിലെ മികച്ച നടനുള്ള പുരസ്കാരം വിവേകാനന്ദ കോളേജിലെ ശരത്ത് സ്വന്തമാക്കിയിരുന്നു. മറ്റം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാടക പാട്ടാറെ ആർട്സ് അക്കാദമിയിലെ അഭിനയ വിഭാഗം വിദ്യാർത്ഥികളാണ് ഇവർ. നാടകം, പാട്ട്, ചിത്രരചന, മോണാക്ട്, നൃത്തം എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുകയും അവർക്ക് വേദിയൊരുക്കി കൊടുക്കുകയും ചെയ്യുന്ന കലാസ്ഥാപനമാണ് നാടക പാട്ടറൈ ആർട്സ് അക്കാദമി. സജീഷ് ചന്ദ്രൻ, തുളസി സജീഷ് തുടങ്ങിയവരാണ് നാടക പാട്ടറയ്ക്ക് നേതൃത്വം നൽകുന്നത്. പ്രമുഖ നാടക പ്രവർത്തകരായ അനീഷ് ആളൂർ, നവീൻ പൈനത്തടം തുടങ്ങിയവരാണ് നാടകാഭിനയ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഓരോ ഇനത്തിലും പ്രശസ്തരായ അധ്യാപകരുടെ ക്ലാസുകളും നാടക പാട്ടറയിൽ ഒരുക്കിയിരിക്കുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടക പാട്ടറൈ കലാകാരന്മാർ പങ്കെടുക്കുന്ന ഹയർ സെക്കൻഡറി നാടകം മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂൾ ലേബലിൽ പങ്കെടുക്കാൻ യോഗ്യത സ്വന്തമാക്കിയിട്ടുണ്ട്. ശബരിമലയിൽ ഭക്തർക്ക് ആവശ്യമായ കുടിവെള്ളം പോലും ഒരുക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെയും സ്വർണ്ണക്കൊള്ള കേസിന് ഉത്തരവാദികളായ മുഖ്യമന്ത്രിയും മുൻമന്ത്രിയും MLAയുമായ കടകംപള്ളി സുരേന്ദ്രനും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നെല്ലുവായ് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം കാടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു.
UDF കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, ചന്ദ്രപ്രകാശ് ഇടമന, KR രാധിക, MK ജോസ്, NK കബീർ, MM സലീം, AU മനാഫ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഗംഭീര മുഴുവൻ വിളക്ക് ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് ഭഗവത് സേവയോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി. വെള്ളിയാഴ്ച രാവിലെ വിളക്ക് പന്തലിൽ മഹാഗണപതി ഹോമം നടന്നു. വൈകിട്ട് 7ഓടെ തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ചെറമനേങ്ങാട് വാസുണ്ണി സ്വാമികളുടെ നേതൃത്വത്തിൽ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. തുടർന്ന് പൂത്താലത്തിൻ്റെയും വാദ്യഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടുകൂടി നഗരപ്രദക്ഷിണം ചെയ്ത് രാത്രി 9 മണിയോടെ വിളക്ക് പന്തലിലെത്തി സമാപിച്ചു. തുടർന്ന് കാണിപ്പാട്ട്, പൊലിപ്പാട്ട്, വെട്ട്, തട, തിരിയൊഴിച്ചിൽ എന്നിവയുമുണ്ടായി. 3 നേരവും അന്നദാനവും ഒരുക്കിയിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ KK മണികണ്ഠൻ, അക്ഷയ് രഞ്ജൻ എന്നിവർ നേതൃത്വം നൽകി. കാണിപ്പയ്യൂർ സ്വദേശിയായ 16 വയസ്സുകാരനെ കാണാനില്ലെന്ന് പരാതി. ചെമ്പത്തയിൽ വീട്ടിൽ സിബീഷിന്റെ മകൻ 16 വയസ്സുള്ള മുഹമ്മദ് അൻസാഹിനെയാണ് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ കാണാതായത്. വീട്ടിൽ നിന്ന് കുന്നംകുളത്തേക്കാണെന്ന് പറഞ്ഞിറങ്ങിയ വിദ്യാർത്ഥി വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. വിവരം ലഭിക്കുന്നവർ 04885 22 22 11 9744 11 11 00 എന്നീ നമ്പറുകളിൽ അറിയിക്കേണ്ടതാണ്. മരത്തംകോട് മാർ പീലക്സിനോസ് മെമ്മോറിയൽ UP സ്കൂളിൽ സ്പോർട്സ് പാർക്ക് പ്രാവർത്തികമായി. കേരള സംസ്ഥാന വനിതാ ക്രിക്കറ്റ് അണ്ടർ-19 ടീമംഗം ശ്രേയ P. സിജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, അത്ലറ്റിക്സ് എന്നിങ്ങനെ വിവിധ കായിക പരിശീലനം ലക്ഷ്യമിട്ട് മാനേജ്മെൻറ്റാണ് സ്പോർട്സ് പാർക്കും ബാഡ്മിൻ്റൺ കോർട്ടും സജ്ജീകരിച്ചത്. മാനേജർ പ്രതിനിധി ഫാദർ ജോസഫ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. മാനേജ്മെൻറ്റ് നൽകുന്ന സ്പോർട്സ് കിറ്റ് കുട്ടികൾക്ക് കൈമാറി. ഹെഡ് മാസ്റ്റർ ഫാദർ സജി കുളങ്ങാട്ടിൽ, സാംസ്കാരിക പ്രവർത്തകൻ വിജയൻ മാസ്റ്റർ, MPTA പ്രസിഡന്റ് ഹസീന റഫീഖ്, സ്റ്റാഫ് സെക്രട്ടറി ജിന ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. സ്പോർട്സ് കൺവീനർമാരായ അനു, റിൻസി, അധ്യാപകരായ ലീന, സീനത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ വിമല കോളേജിൽ വെച്ച് നടന്ന കാലിക്കറ്റ് ഇന്റർ യൂണിവേഴ്സിറ്റി വുമൺ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 59 കിലോഗ്രാം വിഭാഗത്തിൽ MR റെനീസ സ്വർണം നേടി. തൃശൂർ വിമല കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്. ആദൂർ മാനാത്തുപറമ്പിൽ റഫീഖ് തങ്ങൾ നൌഷിജ ദമ്പതികളുടെ മകളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ടീമിലേക്ക് റെനീസയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുക, ആന്റിബയോട്ടിക് മരുന്നുകളുടെ അമിതമായ ഉപയോഗം നിയന്ത്രിക്കുക, കൗമാര പെൺകുട്ടികളുടെ ആരോഗ്യ പരിപാലനവും മാനസിക സുരക്ഷയും എന്നീ വിഷയങ്ങളിൽ സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സിന്ധു S. പുലിക്കോട്ടിൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ടിൻഡ തമ്പി, കുടുംബാരോഗ്യ കേന്ദ്രം ഫാർമസിസ്റ്റ് ഡോക്ടർ ആശ ചാക്കോ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, VL ബിജു, TS ശരത്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് വിനീത ഫ്രിനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്തയെ ആർത്താറ്റ് അരമനയിലെത്തി സൗഹൃദ സന്ദർശനം നടത്തി. നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ, മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ, PU ഷാജൻ, കരീം പന്നിത്തടം, ഡോക്ടർ സുബൈർ മേഡമൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. യുവത്വത്തെ നശിപ്പിക്കുന്നതും സമൂഹത്തെ ദുഷിപ്പിക്കുന്നതുമായ ലഹരി ഉപയോഗം ഉപേക്ഷിക്കുക എന്ന സന്ദേശവുമായി സൈക്കിൾ റാലിയും കൂട്ടയോട്ടവും നടത്തി. പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രവും പഴഞ്ഞി ഗവൺമെൻറ് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളും സംയുക്തമായി നടത്തിയ സൈക്കിൾ റാലിയും കൂട്ടയോട്ടവും ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ പ്രവീൺ ജോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ ലിൻസ്, പ്രിൻസിപ്പൽ ജനീർ ലാൽ, PTA പ്രസിഡന്റ് അലി എന്നിവർ സംസാരിച്ചു. ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരും അധ്യാപകരും ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലിക്കും കൂട്ടയോട്ടത്തിനും നേതൃത്വം നൽകി. YMCA അഖില കേരള ബാലചിത്രരചനാ മത്സരം 2025 കുന്നംകുളം YMCA ഹാളിൽ നടന്നു.
പ്രകൃതിയോടൊപ്പം ജീവിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു ചിത്രരചന സംഘടിപ്പിച്ചത്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള 400ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. കുന്നംകുളം സെന്റ് തോമസ് കിഴക്കേ പുത്തൻപള്ളി വികാരി ഫാദർ TC ജേക്കബ് ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു. YMCA കുന്നംകുളം പ്രസിഡന്റ് CU ബെന്യാമിൻ, സെക്രട്ടറി TC സജു, വൈസ് പ്രസിഡന്റ് PK സാം, ഡയറക്ടർമാരായ അനിൽ സാമുവൽ, ജിജു ജേക്കബ്, സിബിൻ വർഗീസ്, ജോഷി തരകൻ, VK ബെന്നി, T ജോബിൻസ് പീറ്റർ, നാഷണൽ മെമ്പർ സാംസി തോമസ് എന്നിവർ നേതൃത്വം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവ് MO ജോൺ അനുസ്മരണം നടത്തി. വെസ്റ്റ് മങ്ങാട് യൂണിറ്റ് ഓഫീസിൽ ജോമിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു ഭാരതീയൻ, ജോയിന്റ് സെക്രട്ടറി സിറീഷ്, ട്രഷറർ രാജഗോപാലൻ, അംഗങ്ങളായ ബാബു, ഷിജോ, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. അഞ്ഞൂർ സ്വദേശിക്ക് MA കൗൺസിലിംഗിൽ 1ാം റാങ്ക്. തൊഴിയൂർ ചീരൻ വീട്ടിൽ റോബ്സൺ ചീരനാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1ാം റാങ്ക് നേടിയത്. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് PG കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗത്തിലെ വിദ്യാർത്ഥിനി റിസ്വാന അബ്ദുൾ ഖാദറിന് കാലിക്കറ്റ് സർവകലാശാലയുടെ MCOM പരീക്ഷയിൽ 1ാം റാങ്ക്. കരിക്കാട് മാങ്കുന്നത്ത് വീട്ടിൽ അബ്ദുൾ ഖാദർ റസിയ ദമ്പതികളുടെ മകളാണ്. ബാച്ചലർ ഓഫ് കൊമേഴ്സ് പരീക്ഷയിൽ 3ാം റാങ്കും കരസ്ഥമാക്കിയിരുന്നു. അമ്പഴിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ യൂത്ത് മൂവ്മെന്റ് കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സൗജന്യ തീവ്രരോഗ നിർണയ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. സെന്റ് സെബാസ്റ്റ്യൻ യൂത്ത് മൂവ്മെന്റ് ഹാളിൽ വെച്ച് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഗുരുവായൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് സന്തോഷ് ജാക്ക് അധ്യക്ഷനാകും. പഞ്ചായത്ത് അംഗം രമ ബാബു, കേച്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് VA കൊച്ചുലാസർ തുടങ്ങിയവർ സംബന്ധിക്കും. പരിശോധനയിൽ തിമിരം സ്ഥിരീകരിക്കുന്ന രോഗികൾക്ക് ശസ്ത്രക്രിയ, ലെൻസ്, യാത്ര, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യമായിരിക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,535 രൂപ, പവന് 92,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 163 രൂപ. ചരമം: ചൊവ്വനൂർ വൃന്ദാവൻ സ്ട്രീറ്റിൽ പ്ലാക്കൽ ഇട്ടൂപ്പ് ഭാര്യ താണ്ടക്കുട്ടി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ആർത്താറ്റ സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടത്തും. തോമസ്, ടിജോയ് എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.